നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തെക്കുകിഴക്കൻ ഇറാനിലെ പ്രധാന തുറമുഖ നഗരമായ ചബഹാറിനു നേരെ ചരിത്രത്തിൽ ആദ്യമായി ശക്തമായ അമേരിക്കൻ വ്യോമാക്രമണം നടന്നിരിക്കുന്നു. വൻകരകളുടെ വാണിജ്യ ഇടനാഴിയായി പ്രവർത്തിക്കുന്ന ചബഹാറിലെ മാരിടൈം ട്രാഫിക് കൺട്രോൾ ടവറിന് റവല്യൂഷണറി ഗാർഡ്സിന്റെ നാവിക താവളവും US യുദ്ധവിമാനങ്ങൾ തകർത്തെറിഞ്ഞു. 10ഓളം വൻ സ്ഫോടനങ്ങളാണ് നഗരത്തിൽ ഉണ്ടായതെന്നും നഗരത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെട്ടതുമായാണ് റിപ്പോർട്ട്. ഇറാൻ തീരത്ത് അമേരിക്ക തുടർച്ചയായി നടത്തുന്ന കടുത്ത സൈനിക ആക്രമണങ്ങൾക്ക് പിന്നാലെ അയൽ രാജ്യമായ ബഹ്റൈനിലും യുദ്ധഭീതി ശക്തമായി. രാജ്യത്ത് ഉടനീളം വ്യോമാക്രമണ മുന്നറിയിപ്പും സൈറണുകളും മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. എന്തായാലും അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോരാട്ടം അയൽ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതിന്റെ ശക്തമായ സൂചന കൂടിയാണ് ഇത്. അതായത് ഹോർമൂസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഭീഷണികൾക്കും മറുപടിയായാണ് തങ്ങൾ ഈ സൈനിക നടപടി ഘടിപ്പിച്ചത് എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യാന്തര സമുദ്രപാതയിലെ സ്വതന്ത്ര സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇറാൻ കാണിക്കുന്ന അനാവശ്യമായ പ്രകോപനങ്ങൾക്കും ആക്രമണങ്ങൾക്കും കടുത്ത വില നൽകേണ്ടി വരുമെന്നാണ് അമേരിക്കൻ സൈനിക വക്താവ് നൽകുന്ന മുന്നറിയിപ്പ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ശാന്തി ധാരണ അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വ്യോമാക്രമണം അതിരൂക്ഷമാക്കിയത്. ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക കരാറിന്റെ നഗ്നമായ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഔദ്യോഗികമായി സമാധാന ചർച്ചകളിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയിട്ടില്ല എന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും നിലവിലെ ആക്രമണങ്ങളുടെ തീവ്രത കണക്കിലെടുക്കുമ്പോൾ നയതന്ത്രപരമായ ഒരു ഒത്തുതീർപ്പിനുള്ള സകല സാധ്യതയും അടഞ്ഞ മട്ടാണ്. ഇറാനെതിരെയുള്ള ഈ സൈനിക നീക്കം ഒരു പരമ്പരാഗത യുദ്ധമല്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാദിക്കുന്നത്. എന്തായാലും ഇറാന്റെ ആണവായുധ ശേഷി പൂർണ്ണമായും തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ട്രംപ് പറയുന്നു. എന്തായാലും ഇറാൻ ഒരു കാരണവശാലും ആണവായുധങ്ങൾ കൈവശം വെക്കാൻ അനുവദിക്കില്ല, അല്ലെ അവരെ ഒരു കാരണവശാലും ആയുധം കൈവയ്ക്കാൻ അനുവദിക്കില്ല എന്ന ട്രംപിന്റെ ഉറച്ച നിലപാട് ഇതാണ് ലോക സമാധാനത്തിന് തന്നെ, അതായത് ഇറാൻ ആണവായുധം കൈവയ്ക്കുന്നത് ലോക സമാധാനത്തിന് തന്നെ പ്രശ്നമുണ്ടാകും എന്ന ട്രംപിന്റെ ഉറച്ച തീരുമാനമാണ്. മധ്യപൂർവേഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ ആഗോള ഊർജ വിപണിയിൽ വീണ്ടും വൻ ഭീതി പടരുകയാണ്. ഏഷ്യൻ വിപണികളിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിച്ചു. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $78.80 US ഓയിൽ വില $74.30 ഉയർന്നു. ഹോർമോസ് കടലിടുക്ക് വഴി നടത്തുന്ന എണ്ണ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് ഈ വിലക്കയറ്റത്തിന് കാരണമാകുന്നത്. എന്തായാലും പേർഷ്യൻ ഉൾക്കടലിലെ തർക്കദ്വീപായ അബു മൂസയ്ക്ക് നേരെയും റോക്കറ്റ് ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ട്. ഇതോടൊപ്പം ബന്ദർ അബ്ബാസിന് കിഴക്കുള്ള മേഖലകളിലും വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്തായാലും UAEയും ഇറാനും തമ്മിൽ കാലങ്ങളായി ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്ന അബു മൂസ തുന്നബ് ദ്വീപുകളിൽ ആക്രമണം മേഖലയിലെ മറ്റു സഖ്യരാജ്യങ്ങളെ കൂടി യുദ്ധത്തിലെ വലിച്ചിഴയ്ക്കുമെന്ന ഭീതി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 3 പ്രമുഖ വാണിജ്യ കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയത്. മാർഷൽ ഐലൻഡ്, സൗദി അറേബ്യ, ലൈബീരിയൻ പതാകകൾ വഹിച്ച കപ്പലുകൾക്കാണ് ഒമാൻ തീരത്തിന് സമീപത്ത് വെച്ച് കേടുപാടുകൾ സംഭവിച്ചത്. അന്താരാഷ്ട്ര വ്യാപാര ഇടനാഴിയെ അവതാളത്തിലാക്കാനുള്ള ഇറാന്റെ ഈ ശ്രമങ്ങളെ പൂർണ്ണമായും നിഷ്പ്രഭമാക്കാനാണ് US വ്യോമസേന ലക്ഷ്യമിടുന്നത്. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഒമാൻ നിർദ്ദേശിച്ച ബദൽ പാതകളെ നിരാകരിച്ച് സ്വന്തം നിലയിൽ തീരുവ പിരിക്കുവാനും സഞ്ചാരം നിയന്ത്രിക്കുവാനും ഇറാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. ഇറാന്റെ ഈ ഏകപക്ഷീയമായ നിലപാടിനെതിരെ ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും അയൽ രാജ്യങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ ഇറാൻ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഗൾഫ് മേഖലയിലാകെ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പ്രത്യാക്രമണം തുടരുകയും ഇറാന്റെ പ്രധാന തുറമുഖങ്ങളും സൈനിക താവളങ്ങളും തകരുകയും ചെയ്യുന്നതോടെ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ മൊത്തത്തിൽ പാളുകയാണ്. മധ്യപൂർവേഷ്യ വീണ്ടും ഒരു ദീർഘകാല യുദ്ധത്തിന്റെ നിഴലിലേക്ക് വീഴുമ്പോൾ ആഗോള സാമ്പത്തിക വ്യവസ്ഥയ്ക്കും പ്രവാസി സമൂഹത്തിനും ഇത് സൃഷ്ടിക്കുന്നത് കനത്ത ആഘാതമായിരിക്കും.